ശിവനിന്ദ്രനയനി മുദ്ദേവിയ തൊഴുതിടും. അപ്പൊ പോയ ഉടനെ ടി വി വെക്കണം അല്ലേ? അപ്പൊ ഇല്ലെന്ന് പറഞ്ഞോണ്ട് അപ്പൊ വഴക്ക് പറഞ്ഞാലോ? അപ്പൊ വഴക്ക് പറയത്തില്ലേ? ചേച്ചി വഴക്ക് പറയും വേണ്ട. ചേച്ചി ടി വി വെച്ച ആരാണ്? അപ്പൊ പോയി ടി വി വെച്ച സമയം നോക്ക് പുറകിൽ ആരാ നോക്ക്, അങ്ങോട്ട് നോക്ക്. മനസ്സിലായോ? ചേട്ടാ ഇല്ലല്ലോ, അവളെ അവസ്ഥ തന്നെ അത് എടുത്തേ. ഉടനെ തീറ്റോളാൻ ചമ്മി പോയി. ഒന്നും ഉണ്ടായില്ലേ ഷാമ്പൂ? ഇപ്പം എന്നാ അലക്സയെ വിളിച്ചേക്കാം. ഇവിടെ പോവാനാ? നീ ഇങ്ങോട്ട് കുളിക്ക് പോയി. രാവിലെ വരാമെന്ന് പറഞ്ഞല്ലേ ശ്യാമളമ്മ? ഇതുവരെ വന്നിട്ടില്ല. ഇന്നിനി വരത്തില്ലായിരിക്കും. അതെ, ഇഷ്ടമുള്ളിടത്തൊക്കെ നടക്കട്ടെ നീ, അലഞ്ഞു തിരിഞ്ഞ് അല്ലേ? നിങ്ങളവിടെ താമസം മാറിയല്ലേ? എവിടെയാ ഇപ്പം? അല്ല ഇപ്പം വരുന്നില്ല, വേറെ വഴിക്ക് പോവാ, സമയം പോയി. മേളിലാണോ? ഇല്ല, പിന്നെ വരാമല്ലോ, നമ്മളിവിടെ ഉണ്ടല്ലോ. ഇപ്പൊ സമയം പോയി. നിങ്ങൾ വണ്ടി ഓടിക്കത്തില്ല, വണ്ടി ചുമ്മാ ഇതാകുമ്പോ കൊല വരുമ്പോ ഇവിടുന്ന് നേരെ അങ്ങോട്ട് ഇറങ്ങിയാൽ മതി, വണ്ടിയുടെ മണ്ടയിലോട്ടല്ലേ? ആ ഇല്ലേ? അപ്പൊ ഇത്ര സ്നേഹമൊക്കെ ഉള്ളു നമ്മളോട് ഇത്ര സ്നേഹമൊക്കെ ഉള്ളു. എന്നെ സെറ്റപ്പാണല്ലോ. ചൂടില്ലല്ലേ? ഷട്ടർ പക്ഷേ അടയ്ക്കുന്നുണ്ട് വൈകിട്ടത്തെ. നല്ല സുഖം.
വൈകിട്ടത്തെ കാറ്റിന് ആ ഇത് മാറി പോയിട്ട് അതിനും വെള്ളമില്ല. ആ എന്നാടാ മൈൻഡ് പോലും ചെയ്യുന്നില്ലേ? എങ്ങനെയാണ് വലിയ കുഴപ്പമില്ല. കുഴപ്പമില്ല. ഇഷ്ടം പോലെ തന്നെ 50 പേരുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വരാം. അതാണ് കണ്ടിട്ട് നമ്മൾ താഴെ നോക്കുമ്പോൾ അവർക്ക് ചെറിയ എന്തോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിക്കാം. അങ്ങനെയാണോ ചെടിയൊക്കെ? ചെടി നമ്മൾ മേടി വെച്ചിരുന്നില്ലേ? ആ അതിൻ്റെ പുറത്ത് ഈ ശരീരത്തിൽ വെക്കാം. വൈകിട്ട് ഇവിടെ ഇരുന്നാൽ മതി. ഈ കസേരയിൽ ഇരുന്നാൽ. ആ ഇതിൻ്റെ സുഖമാണ്. ഇത് ഭയങ്കര നോക്കി. സൗകര്യമാണല്ലോ. കൊല വന്നാൽ അപ്പോഴേ അറിയുകയും ചെയ്യാം. ആ എന്നാ ഉണ്ട് എന്നെ സംഭവം ഇല്ല ചുമ്മാ വീട് കാണാൻ പോയതാ. ആണോ? വാടി. എന്നെ കണ്ടില്ല. പോയി കാണേ കേട്ടോ. പിന്നെ കാണാം. എപ്പോ വന്നായിരുന്നു? ഉണ്ടായിരുന്നോ? ഞാൻ ഒരാഴ്ചയായി. ആ ഇത് എന്തെങ്കിലും ആവശ്യമുണ്ടല്ലോ എടുത്തോളൂ. ശരി. പാലൂർക്കാവ് തെക്കേമല എപ്പോഴാണ് പോകുന്നത്? 7 മിനിറ്റ്. 20 കിലോമീറ്റർ സ്റ്റാൻഡ്. കണ്ടായിരുന്നു ഞാൻ പിന്നെ. എന്നാ എവിടെ പോയാ? ആ ആ ആ ഇതിലല്ലേടി? അത് നല്ലതാണെന്ന് തോന്നുന്നു. അതൊന്നും വിഷയമൊന്നുമില്ല, കഴിയാതെ. പിന്നെ ഉണ്ടോ അത് തന്നെ പെയിന്റ് അടിച്ചു. തോട്ടി ഇറങ്ങി കഴിയാതെ. ആരാ ജീപ്പ്? ആരാ ജീപ്പ്? ആ ഇതെങ്ങനെ പറിക്കാനാണ് ഇത്? അപ്പം പോയത് അഴുക്കായിപ്പോ. ഇത് പഴം കിടക്കുന്നു. വാഴ കൊല്ല.
അതിവിടെ അലക്കിക്കൊണ്ടപ്പോൾ ഇവിടെ ഒരു പാമ്പിനെ കണ്ടപ്പോൾ ഞങ്ങളവിടെ കാണിക്കും. ഞങ്ങളിവിടുന്ന് പാമ്പിനെ മറ്റേ ഈർക്കിലേ പൊക്കുമായിരുന്നു. വരി ചപ്പി തപ്പി അതില്ലെന്ന് ഞാൻ മാത്രം പനി വന്ന് കേട്ടോളാം. എനിക്കെന്താ മോശമല്ലേ? ഉണ്ടായിരുന്നോ? മുളയല്ല, ഞാൻ ഇവിടെ ഒരു കണിക്കൊന്ന വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്യണം വെട്ടിക്കളഞ്ഞു. ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? പറ്റിയോ? ഈ മരത്തെ ഞാൻ എങ്ങനെ കയറാനാ? നമുക്ക് ഹൈറ്റും ഉണ്ട്. കാനാലോ? എന്തിനാത്? കൂടോത്ര മതി. എന്നാറ്റി ഏകത്ത് കിടപ്പുണ്ടോ? എന്തോ എന്തോ ഇത് ദൈവം ഇതാണേ. നടത്ത കിടപ്പുണ്ട്. കമ്പ് കിട്ടിയതാ. ഈ കമ്പ് ഈ വാഴ കിടക്കുന്ന കൊല അതിവിടെ കമ്പ് കിട്ടിയില്ല. ആ കമ്പലുണ്ടായിരുന്ന അങ്ങനെ ഞാൻ കയറാനോ? ഇതല്ലോ അക്കുനെ കയറ്റ. എന്നാടി ഒഴുക്കി കളഞ്ഞേ? സാധനമൊന്നുമില്ല. അയ്യോ ചേട്ടാ, ക്യാമറയ്ക്കകത്ത് അക്കുനെ കാണുന്നില്ല. ചേട്ടാ, ഇതിനകത്ത് അക്കുനെ കാണുന്നില്ല. എല്ലാം വിളിച്ചിട്ട് ഒത്തിരി പറിച്ചല്ലോ അതിനകത്തില്ല. അതാണോ പണി തുടങ്ങിക്കോളെ. ഇവിടൊന്നുമില്ല, പറഞ്ഞു വെച്ചിട്ടായിരുന്നു. ചേട്ടാ ഉത്സവത്തിന് വരാൻ ആറോടെ പോവാം. അവത്തെ കേറണമെന്നേ. കൊള്ളാവോ? അമ്മ കുറച്ചൊക്കെ നോക്കട്ടെ. കൊള്ളാലോ. ഇതേ ഇത് വേണോ? ഇതാ കൊള്ളാലോ. കറിക്കോ. ചേട്ടാ ഇതെടുക്കുവാണെങ്കിൽ ഞാനങ്ങ് പോയി. വേണ്ട എൻ്റെ പൊന്നാ, വാവത്തലല്ലാതെ കറിയുണ്ടെന്ന് ഒത്തല്. ഒന്നുണ്ട്. സൂപ്പറാണല്ലോ സാധനം. അത് ഫ്രഷ് സാധനം. കൊച്ചിന് തലേനെ വീടല്ലേ. അയ്യോ, ഇനി അമ്മ ഒന്ന് ചേട്ടാ പിടിക്കല്ലേ? ചേട്ടാ ഇത് പിടിക്കേ. വേണ്ടേ ചേട്ടാ? ഇതേണ്ടേ ഒന്ന് പിറക്കുക. അല്ല ചേട്ടാ ഇത് പിടിക്കേ. എന്നാ ഇതും ഇതും വരാം.
ഇതാണ് അത് ഇത് കഴിക്കും. നോക്കൂ, കഴിച്ചോണ്ടിരിക്കുവാണോ? തിന്നില്ലേ? തിന്നായിരുന്നു. കറ അത് എണ്ണ വെക്കാം. ഇത് കളയട്ടെ, രീതിയിലാ നോച്ചേക്കാം ചേട്ടാനും. മണ്ണുണ്ട്. കുഞ്ഞിനെ തല വീഴല്ലേ, അവളെ അങ്ങോട്ട് മാറുന്ന ചേട്ടാ. ഇത് പിടി. പറഞ്ഞപ്പോഴല്ലോ ഓർത്തേ, നീ മാറ്റുന്നില്ല. ആണോ ചേട്ടാ? അത് പിന്നെ കഴിക്കാം. ഇത് ഇടുക കഴിക്കുക, ഇടുക കഴിക്കുക. അയ്യപ്പ, ഒരു കൈ കൊണ്ട് വെക്ക. മോനെ മാറിക്കേ, കിട്ടിയില്ലേ കുഴപ്പമില്ല, നീ മാറ്. ആഹാ, ഇത് കൊള്ളാലോ. പിന്നെ പൊന്നെ കൊള്ളാം. ബൗണ്ടറി അവിടെ നിൽക്കാൻ കൊള്ളാം, ബൗണ്ടറി നിർത്താൻ കൊള്ളാം. എല്ലാം കൂടെയാ, ഓൾറൗണ്ടറാ. അമ്മേ, എൻ്റെ പൊന്നെ, കൈക്കിട്ടാണോ വീണേ? എൻ്റെ ദൈവമേ, നോക്കിയാ അടുത്ത് ഇതേ പോന്നു. വെപ്രാളം കൂടുതലാ ഭയങ്കരമായിട്ട് ചേട്ടായിക്ക്. പോയി അയ്യേ,
അയ്യേ ആ നല്ല ടേസ്റ്റാണ് ചേട്ടാടെ ഇത് പോയി അതാ നല്ലത് യോ പോയി ഇത് കീഴേ ഞാൻ പോയി അല്ല പിന്നെ എനിക്കത് കാണത്ത് പോലും ഇല്ല ചേട്ടാ ഇവിടെ പുതിയ എടുത്തു ഇന്നല്ല മിനിഞ്ഞാന്ന് അപ്പൊ ചേട്ടാ അതിന്റെ ഇടയ്ക്ക് പറഞ്ഞിരുന്നത് എന്റെ കുഴപ്പമാണോ വാഴയതാ ആ ഇതെല്ലാം കൂടെ എടുത്ത് ഞാൻ ഇതിനകത്ത് നോക്കും ആളെ എനിക്ക് കാണത്തില്ല ഇതെവിടെയാ അതിങ്ങോട്ട് പൊക്കി ആ ഫസ്റ്റ് ഓ ഇത് ഇടയ്ക്കൊന്നും മാറാൻ പറ്റത്തില്ലെന്നേ ചേട്ടാ അത് ഞാൻ ചേട്ടാ എവിടെ നോക്കുവോ സത്യത്തിൽ ആ ഇപ്പഴാ മനസ്സിലായി എവിടാന്ന് ഉമ്മേ കാണുന്നില്ലേ ആ കമ്പ കിട്ടുമെങ്കിൽ ഇട്ട് കുലുക്കിക്ക് ഇവിടെ ദൈവമേ എന്റെ തല വീഴാൻ വേണ്ടിയല്ലേ ആ കമ്പ അവിടെയില്ലേ എവിടെ വീണ നോക്കി വീഴുന്ന നോക്കി ഇവിടെ പിടിക്കാൻ പറ്റത്തില്ല ഇതേലായതുകൊണ്ട് പൊട്ടത്തില്ല എവിടെയുണ്ട് അവിടെയാ ഇഷ്ടംപോലെ വിറവുണ്ട് കളഞ്ഞോ വാഴക്കല കുഴപ്പമില്ലടാ പൊട്ടിയില്ല കൈ തട്ടിയിട്ട് കൊച്ചു പിടിക്കുന്നു അത് തന്നെ അത് കയ്യിലോട്ട് വീഴും വേദന എടുക്കൂലേ അത്ര പൊക്കത്തൂന്നല്ലേ ആ ഫ്രണ്ടിലോട്ട് ആ കമ്പയിലോട്ട് കിട്ടുമെങ്കിൽ ആ തലയുടെ മേളിലെ കമ്പി കമ്പ് കുടിക്കും അവിടെ ഒന്നോടെ തറയ്ക്ക് വീടല്ലേ ഏതാ ആ ആ എന്നാ കുറച്ചുകൂടെ കഴിഞ്ഞ് പറഞ്ഞാൽ മതിയായിരുന്നു ഇതെന്തോന്നും കാണുന്നില്ലേ എന്റെ പൊന്നേട്ടാ അതെ ആ എവിടെയാന്ന് കാണത്തില്ല ഇവിടുന്ന് നേരെ വരത്തില്ല മരമായിട്ട്
ആ വീണല്ലോ. മോനെ എടുത്തിട്ട് പെട്ടെന്ന് നോക്കോ. ഞാൻ എടുത്തു കൊടുത്തു. അവിടെ ഒരെണ്ണം വീണായിരുന്നല്ലോ, അതെടുത്തോ? ഈ പഴത്തിന്റെ പേരെന്താ? എന്നാ പഴോ? സ്റ്റാറാപ്പിൾ അരസിപ്പെട്ട സ്റ്റാറാപ്പിൾ. ജമൈക്കൻ ഫ്രൂട്ടിന്റെ ഇനത്തിൽപ്പെട്ടതാ. ആ ഞാൻ ആദ്യമായിട്ട് കഴിക്കാതെ. അതിന്റെ അകത്ത് സ്റ്റാർ മതിയല്ലേ ഇരിക്കുന്നത്. ആ അതുകൊണ്ട് ആ എങ്ങനെയുള്ള ഇറങ്ങിക്കോളൂ, ഞാൻ എടുക്കാൻ തയ്യാറാണ്. ഇറങ്ങിക്കോ. അറിയത്തില്ലേ? കേറാൻ ഭയങ്കര മൂപ്പായിരുന്നല്ലോ. കുട്ടനെ പപ്പായാലും വിളിക്കണോ? ചുമ്മാ പപ്പ വീണ് മടുത്തിരിക്കുക. എന്തിനാ മേലോടൊക്കെ കേറി പോന്നല്ലേ? എങ്ങാനും സ്ഥിര വെള്ളം കൊണ്ട് അമ്മ മൈൻഡ് ചെയ്തില്ല. അയ്യോ പപ്പ ഇരുന്ന് എന്തായാലും കാണത്തില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ല. ഓ എൻ്റെ അമ്മ. ആ അതെ പോയി മതിലിടിച്ചോണ്ട് പോയാനിപ്പം. നിനക്ക് തരുമല്ല, പിന്നെ ഞാൻ തിന്നുവാ. ഇത് മൊത്തം ഉണ്ട്, ഇഷ്ടം പോലെ ഇതിനകത്ത് കഴിക്കുന്നത്. ഇത് പൊള്ളുന്നു. ഇതൊന്ന് കാണിക്കട്ടെ. ആ അടിപൊളി. ആ അതിന് ചെറിയൊരു കേട് പോലെ ഉണ്ട്. ഇല്ല എൻ്റെയോ? അത് പോയി, കരിഞ്ഞു പോയി. വേനക്ക് ഇതുപോലെ ഉണങ്ങി. ഇനി അക്കുവിൻ്റെ മത്സരമാണ്. ജീൻസൊക്കെ ഇട്ട് എങ്ങനെ കയറാനാണ്? വേണേൽ കയ്യിൽ കൊടുത്തു, ആ കറുത്ത കയ്യിൽ കൊടുത്തു. ഈ പ്ലാവ് ഇവിടെ നിന്ന് പ്ലാവെല്ലാം വിട്ടിട്ട് വന്നായിരുന്നു. ചുമ്മായിരിക്കട്ടെ. ഇവിടെ ഉണ്ടായിരുന്ന പ്ലാവ് വെട്ടിയാണോ? ഇവിടെ ഉണ്ടായിരുന്നു പണ്ട്. പനയെന്ന് എന്തോ തേങ്ങ വീഴാനില്ലെന്ന് നോക്കാതെ. നന്നായി, കയറേണ്ട ആവശ്യമില്ല. അക്കു രക്ഷപ്പെട്ട്. അതെല്ലാം ചെറുതാണ്, നോത്തിട്ടില്ല. ചുമ്മാ പട്ടീനെ ഒന്ന് കുരപ്പിച്ചേക്കാന്ന് വെച്ചു. വെറുതെ അല്ല, ഭയങ്കര കലിപ്പ്. ചേച്ചിക്ക് അറിയില്ല.
മല പിള്ളേരെ കൊണ്ടുവന്നില്ല. ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. ചിലപ്പോൾ കൂട് കിട്ടുമായിരിക്കും, മരപ്പെട്ടി പിടിക്കാൻ പറ്റും. അതിനകത്ത് അല്ല തെങ്ങല്ലല്ലോ, അതിന് പനയുടെ മണ്ടയ്ക്കൊന്നും ഇല്ലല്ലോ. ആ പന പോയാണല്ലോ. എന്തിനാ അതവിടെ കിടന്നോട്ടെ. പിന്നെ ഇതിനകത്ത് പനയുടെ കായെന്ന് പറയാം. പനയുടെ കാ. ഇത് മറ്റേ മരപ്പെട്ടി ഒന്ന് തിന്നാൻ വരും. മരപ്പെട്ടി പിടിക്കാനങ്ങാണ്ട്. നമ്മുടെ പുറകെ കിടപ്പുണ്ട് ആട്ടുകല്ല്. ഇത് പറിക്കാം. ആ ഇത് പിടി. ഇങ്ങനെ പിടിച്ചാൽ മതിയോ? ചുമ്മാ പിടിച്ചു. എടുത്താണോ? പിന്നെ നീ പിടിക്കുന്ന കാട്ടിപ്പോയതാ. എടുത്തില്ല, പച്ചയാ. അതോ? ആ അതെനിക്കറിയത്തില്ല. ഞങ്ങൾ കൊണ്ടുവന്നാണോ എന്നറിയത്തില്ല. നമ്മുടെ ആട്ടുകല്ല് പുറകെ ഇരിപ്പുണ്ട്. ഈ സാധനം എന്നാ ചോദിച്ചു. ചെവിയൊക്കെ ഉള്ള അല്ലല്ല, ചെറിയ സംഭവം നേരത്തെ മുറുക്കാനൊക്കെ ഇരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. പാക്കടിക്കുന്നത്. ആ അത്ര എല്ലാവരും ഞങ്ങൾ ആട്ടുകല്ല് വരകല്ല് കൊണ്ടുവന്നോളെന്നാണ് തോന്നുന്നു. ഇപ്പൊ പൊക്കിക്കോ. ആ മേളിലൊക്കെ കയറേണ്ട കാര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറേ സാധനമൊക്കെ എടുക്കാനുണ്ടായിരുന്നു. എനിക്ക് കയറാൻ പറ്റുന്നില്ല. അങ്ങേ അറ്റം പോയില്ലേ, ഇടിഞ്ഞു പറഞ്ഞു പോയില്ലേ, കയ്യാലെ ഇടിഞ്ഞില്ലേ. പഴം തരട്ടെ, മറ്റേ സാധനം കല്ല് വേണം എപ്പോൾ എടുത്തേക്കാം. പക്ഷെ കൊണ്ടുവന്നേക്കാം. ആ അതൊക്കെ ഞങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കൊണ്ടു തരുന്ന. നിന്നോട് പോകണ്ടെന്ന് ആദ്യമായിട്ടാണോ? അതിനകത്തോ വേണ്ടേ? എന്നാ ഒരു പാട്ട് പാട്. എന്നാ വേണ്ട, എന്നാ വേണ്ടെന്നാ പറഞ്ഞേ. കരിങ്കാളിയല്ലേ പിന്നെ ഈ തുണി എല്ലാം ഇട്ടേച്ച് പോന്നു. ഇനി വരുമ്പം വിളിക്കാവേ. മോനെ വീട് നീ അതിലെ കൂടെ കളിക്കാൻ നമുക്ക് കൊണ്ടുവരാം കേട്ടോ. എടി നിന്നോട് ആദ്യമായിട്ടടി ഒരാൾ നിന്നോട് പോകണ്ടെന്ന് പറയുന്നത്. കാരണം ഇവിടെ സ്വഭാവത്തിന് പൊക്കാൻ പറയാത്തേ ഉള്ളൂ. നമ്മൾ പിള്ളേരുമായിട്ട് ഭയങ്കര അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇത് കരയുന്നില്ലേ കൊച്ച്? നീ ഇവിടെ വന്നോടി. ഞാൻ കൊച്ചു കരയുന്നു. നീ ഇവിടെ വന്നോ, വരണ്ട. ഞങ്ങൾ പിന്നെ എങ്ങാനും നാളെ എങ്ങാനും വന്ന് വിളിച്ചോളാം. പൊക്കോ.
ചക്കരപ്പം. അതിൻ്റെ മരമാണ്. സമയം തന്നെ തിരിച്ചു പോകാൻ വണ്ടി കിട്ടുമോ? അമ്മ എവിടെ പോവാ? നട കയറാൻ വയ്യായിരിക്കും. മതിൽ ചാടാൻ നട കയറാൻ വയ്യാണ്ട് മതിൽ ചാടാൻ പോവാ. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ. ഇതെവിടെയാ? ചുമ്മാ ആ ഉണ്ട്. അവിടെ ചുമ്മാ കുറച്ച് സാധനം പറിക്കാൻ പോയി. എന്നാ ഉണ്ട്? സമയം പോയി ഓടുവാ. ഹായ് എന്നാണ്ട്? നീ കഴിഞ്ഞ പ്രാവശ്യം വന്ന് വർത്താനം പറഞ്ഞല്ലേ? അത് ഫ്ലാറ്റിലായിരുന്നു. നീ ഇവിടെ നിന്ന് വർത്തനം പറഞ്ഞിട്ട് പോയാ കഴിഞ്ഞ പ്രാവശ്യം? വെളിവില്ലാത്ത അവരെ കൊണ്ടുവന്നില്ല. ഇവിടെ നിന്ന് താഴെ നിന്ന് വർത്താനം പറഞ്ഞു റോഡിൽ നിന്ന്. ഇവക്ക് എന്താ പ്രശ്നമുണ്ട്? എന്നാ ജയ ഒരു ചാനൽ പോയ സാധനം കേട്ടോ. ജയ ഇവിടെ നിന്ന് എന്തൊക്കെയാ പറയുന്നത് അവർക്ക് തന്നെ ആർക്കും അറിയില്ല. എൻ്റെ ബൈ പിടിച്ചോ. ഇവിടം വരെ ഇതായിരുന്നല്ലോ എളുപ്പം. അപ്പം പെട്ടെന്ന് വന്നല്ലോ. നോക്കുന്നോ വരുന്നുണ്ടോന്നറിയാൻ നിന്നോ? ഒന്നുമില്ല. പള്ളിക്കാരൻ വന്നിട്ടുണ്ടാവും. വണ്ടിയൊക്കെ പലങ്ങി വെച്ചോണ്ടോ? യെസ്. ഈ പ്ലാവിന് എന്നാ പറ്റിയതാ? പ്ലാവിന് കാലത്ത് മറിഞ്ഞ് ഇങ്ങോട്ട് വന്ന് മണ്ട മുറ്റത്ത് വന്ന് മുട്ടി, അങ്ങോട്ട് പോയി അതിലെ മുട്ടി. അത് വെട്ടിവിടണമായിരുന്നു. അത് പെയിന്റില്ലേടി? ഇതാർക്കാ? എനിക്കാണോ?
ഓ ഇതിലും ബസ് ചിലപ്പോ പൈനാപ്പിലായിരുന്നപ്പോ ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന സാധനമാണ്. പല കളറിന്റെ ഉണ്ടല്ലോ. ചട്ടിക്ക് അമ്മയ്ക്കറിയാത്ത സാധനമൊന്നുമല്ല. പൈനാപ്പിൾ മൊത്തം ഇതായിരുന്നു. അവിടെ തന്നെ ഇരിക്കണം, അതിന്റെ പുറകെ ഇരിക്കും. പൊറോട്ട മേടിച്ചോണ്ടിരുന്ന അറിയത്തില്ല. കയറ്റം കയറി വന്ന് മടുത്തിട്ടിരിക്കണല്ലേ. അപ്പം വണ്ടിയെ വരുന്നവർക്കോ ഫോണിലാണോ? ആ ആരുടെ കുറ്റമല്ലോ. നിങ്ങൾക്ക് എന്നെ എപ്പോഴും എനിക്ക് നെഗറ്റീവായിട്ട് കാണുന്ന കാര്യം ഞാൻ ആരുടെ കുറ്റം പറഞ്ഞിട്ടിരിക്കുകയാണ്. നമ്മളൊന്നും പറയാതിരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ചാടിക്കയറി ചൂടായതാ. സ്ഥിരം ഡയലോഗാ ഇത്. ഉടുപ്പന്നെ മാറ്റിയേ, പാലിന് വേണം. സത്യം പറ, ഉടുപ്പന്നെ മാറ്റിയേ.